ഹായ് ഫ്രണ്ട്സ്, ഞാൻ വളർന്ന ഷാനവാസ്. നമ്മുടെ കറ്റാർ വാഴ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ചെയ്യാം. ആ ഫെർട്ടിലൈസർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ 2 കറ്റാർ വാഴപ്പോള ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ആ കറ്റാർ വാഴപ്പോള നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാൻ. ഇത് കറ്റാർ വാഴ അരിഞ്ഞെടുത്ത് നമുക്ക് ജ്യൂസായിട്ട് മിക്സിയിലിട്ട് ജ്യൂസായിട്ട് അടിച്ചതിന് ശേഷം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് അരിഞ്ഞെടുക്കുകയാണ്. ഇതിപ്പം ഒരു മീഡിയം പരുവത്തിലായിരുന്നു. ഇത് വളരെ നൈസായിട്ടും നമുക്കിത് അരിഞ്ഞെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നവർ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ അതൊരു കണ്ടെയ്നറിനകത്ത് ഞാൻ ആ കറ്റാർ വാഴ അരിഞ്ഞു വെച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കറ്റാർ വാഴ എന്ന് വെച്ചാൽ മഗ്നീഷ്യവും കാൽസ്യവും അയണും പൊട്ടാസ്യവും സെലീനിയവും ഒക്കെ ഉള്ളതൊന്നാണ്. അതുകൊണ്ട് ചെടിക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ല ഗ്രോത്തായ ചെടിയെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കൊടുത്താൽ അത് ഒരു മാസത്തിൽ ഒരു 3 തവണയെങ്കിലും ഈ ഇത് ഉപയോഗിച്ച് കൊടുക്കണം ചെടിക്ക്. ഈ ഫെർട്ടിലൈസർ, കറ്റാർ വാഴ ഫെർട്ടിലൈസർ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ചെടി വളരെ ഫാസ്റ്റായിട്ട് വളരും. അതേണക്കിന് ഒരു ഹോർമോൺ പവർ ചെടിക്ക് കിട്ടും. ഫാസ്റ്റായിട്ട് വളരുകയും അതിനകത്ത് നല്ല രീതിയിൽ കായ്ക്കുകയും പൂവൊക്കെ നല്ല രീതിയിൽ വരികയും ചെയ്യും. അത് തന്നെ ഈ ചെടിയുടെ വേരിലുണ്ടാകുന്ന ഫംഗൽ രോഗങ്ങൾ അതിൽ നിന്നും ചെടിയെ രക്ഷിക്കുകയും ചെയ്യും. അതിപ്പോൾ നല്ല ഞാനിപ്പം ഈ ചെയ്ത് വെച്ചിരുന്ന 2 ദിവസം കഴിഞ്ഞ് ഞാനിത് എടുക്കുക. നമ്മളിപ്പോൾ അരിഞ്ഞ് ആ കണ്ടെയ്നറിനകത്ത് വെച്ചു. അത് 2 ദിവസം കഴിഞ്ഞെടുത്താണ് ഞാൻ ചെടിക്ക് ഉപയോഗിക്കുന്നത്. ഇതിപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ചെടിച്ചുവട്ടിലേക്ക് ഇത് അല്ലാതെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം ഇത് രണ്ടും ചെടിക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമുക്കിപ്പോൾ ചെടികളെന്നോ പച്ചക്കറി അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിലും നമുക്കിത് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഞാനിപ്പോൾ ഇത് ഒരു പയറിനകത്താണ് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. കാരണം ഞാൻ ആ പയറിലേക്ക് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. കാരണം ഞാൻ മുന്നേ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു പയർ കാണിച്ചു. അതായത് ഈ തണ്ട് തുരപ്പൻ പുഴു എന്ന് പറയുന്നൊരു സാധനമാണ്. അതാണ് ഈ പയറിലേക്ക് കയറി അതിനെ ഹോളിട്ട് അകത്ത് പോയി ആ പയറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ ഹോൾ വിട്ടിട്ടിട്ട് ആ പയറിനെ ഇല്ലായ്മ ചെയ്യും. അത് കയറി കഴിഞ്ഞാൽ ഒരു 80% നമ്മളെ പയറിനെ ഇല്ലായ്മ ചെയ്യും. എല്ലാ പയറിലും ഇത് കയറും. അന്നേരം വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഇത് വളർന്നുകൊണ്ടേയിരിക്കും നമ്മളെ പയറിൽ ഈ പുഴു. കാരണം അതിനെ ഇല്ലായ്മ ചെയ്യാനും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ചെടികൾ ഒരുപാട് കൂടി നിൽക്കുന്നിടത്ത് 2 കറ്റാർ വാഴ ചെടി നട്ടുപിടിപ്പിക്കുന്നതും നല്ലതാണ്. കറ്റാർ വാഴ ഒരുപാട് ആവശ്യങ്ങൾക്ക് എടുക്കുന്നുണ്ട്. അന്നേരം ഞാനിപ്പം 1/2 ലിറ്റർ ഫെർട്ടിലൈസർ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഒരു 1/2 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താണ് ഞാനിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം നമ്മൾ സ്പ്രേ ചെയ്യുമ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒന്നാണ്, എന്തൊരു ഇത് കണക്കുള്ള ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇലയുടെ അടിഭാഗങ്ങൾ കൂടുതൽ വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അന്നേരം അപ്പം ഈ പയറൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. ഇത് ഒരു ചുവട് പയറേ ഉള്ളൂ. ഈ ഇതിൻ്റെ ചുവട്ടിൽ ഇലയിലും ഒക്കെ ആയിട്ട് ഞാനിതിപ്പോൾ സ്പ്രേ ചെയ്യുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ പയറിൽ ഇത് വീഴുന്നുണ്ട്. നാളെ ഈ പയർ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും പറിച്ചെടുത്ത് നമുക്ക് തോരനായോ മറ്റും ഉപയോഗിക്കാം. ഇത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാത്ത ഒന്നാണ് ഈ കറ്റാർ വാഴ ഫെർട്ടിലൈസർ. ഇത് നമുക്ക് ചെടിക്ക് നല്ല ഉപയോഗം ചെയ്യും. കാരണം നമ്മളെ ചെടിക്ക് പയറിനും ഉപയോഗം ചെയ്യും. അതിൻ്റെ ചുവട്ടിലുണ്ടാകുന്ന ഫംഗൽ രോഗങ്ങൾ, ഈ പയറിൻ്റെ ചുവട്ടിലുണ്ടാകുന്ന ഫംഗൽ രോഗങ്ങൾ അതും ഇല്ലാതാക്കും. കാരണം ഇതിപ്പോൾ ഞാൻ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ ഇലയൊക്കെ നനയത്തക്ക രീതിയിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളരെ ഗുണമുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഈ കറ്റാർ വാഴ ഫെർട്ടിലൈസർ. കാരണം ഇതും നമുക്ക് ഇതുപോലെ നമുക്ക് ഇതിപ്പം പയറിലേക്കാണ് ഞാൻ കാണിക്കുന്ന, പയറെന്നില്ല ഇന്ന ചെടിയെന്നില്ല, എല്ലാ ചെടിയിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. കാരണം ഒരു മാസത്തിൽ 3 പ്രാവശ്യമെങ്കിലും ഇത് നമുക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ കഴിവതും നമ്മൾ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത്. മഴയൊക്കെ ഒരുപാടുള്ള സമയങ്ങളിൽ ഇത് ചെയ്യാതിരിക്കുക. കാരണം ഇത് ഞാൻ വീഡിയോയിൽ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിത് 10 ദിവസം കൂടുമ്പോൾ ഇത് ചെയ്തു കൊടുക്കുക. ഇതിന് വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും ചെടിക്കുണ്ടാകത്തില്ല. ചെടി വളരെ നല്ല ഗ്രോത്തായിട്ട് തന്നെ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. എല്ലാ ചെടികളിലും ഇത് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്.